ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ വിൽ നോട്ട് വർക്ക് വിത്ത് ഡി സി വെച്ചിട്ട് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. വൈ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കോമൺ സെൻസ് വെച്ച് അറിയാന്നുള്ള കാര്യമല്ലേ. ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ അല്ലേ. ഒരു കോറുണ്ട്, സോഫ്റ്റ് അയൺ കോറാണ്. ഇതിന്റെ പുറത്ത് പ്രൈമറി കോയിൽ ചുറ്റിയിരിക്കും. ഇതിന്റെ പുറത്താണ് സെക്കൻഡറി ചുറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രൈമറിയുടെ രണ്ട് എൻഡ് പിടിച്ചിട്ട് എ സി പാസ് ചെയ്യും. ഓക്കെ, നോക്ക്, ഡി സി പാസ് ചെയ്യും. ഡി സി പാസ് ചെയ്താൽ പ്രൈമറിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നോ വേരിയേഷൻ ഫോർ ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്തില്ല? വേരിയേഷൻ ഇല്ല. വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സെക്കൻഡറി ഇ എം എഫ് ഉണ്ടാവും. അപ്പൊ ഡി സി കൊടുത്തു കഴിഞ്ഞാൽ എന്തില്ല? ഈ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഇല്ല. സോ നോ ഇ എം എഫ് ഡെവലപ്ഡ് ഇൻ സെക്കൻഡറി. സോ ട്രാൻസ്ഫോമർ വിൽ നോട്ട് വർക്ക്. അപ്പൊ ട്രാൻസ്ഫോമർ എന്തിൽ വർക്ക് ചെയ്യില്ല? ഡി സിയിൽ വർക്ക് ചെയ്യില്ല. റീസൺ പറയൂ. When DC is passed through primary, a magnetic field having constant strength is produced. Then, as there is no variation for the magnetic flux, no EMF is developed in secondary. So, transformer will not work in DC. So, once again, when DC is passed through the primary of transformer, a magnetic field is developed around it. Then, around the primary, then there is no variation for it. As the magnetic flux associated with the secondary is not changing, no EMF is developed in secondary. So, no EMF is developed in secondary, so transformer will not work with DC. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Large scale production of electricity is in AC form. Why? DC ഉപയോഗിച്ച് എന്താ കുഴപ്പം? നമ്മൾ പറയാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. ഒരു കമ്പിയിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. ഒരു കമ്പിയിൽ കൂടെ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഒരു കമ്പിയിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കമ്പിയിൽ ഹീറ്റ് ഡെവലപ്പ് ആവും എന്ന് നമുക്കറിയാം. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I²RT എന്നാണ്. ഈ ഹീറ്റ് കുറയ്ക്കണമെങ്കിൽ കറണ്ട് കുറയ്ക്കണം. കറണ്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജിനെ കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. വോൾട്ടേജ് കൂട്ടുമ്പോഴത്തേക്ക് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കറണ്ട് കുറയുകയും കമ്പിയിലുള്ള ഹീറ്റ് ലോസ് കുറയുകയും ചെയ്യും. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോമർ ആണല്ലോ. അപ്പൊ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് എ സിയിലേ വർക്ക് ചെയ്യൂ. അപ്പൊ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഡി സിയിലാക്കിയാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എ സിയിൽ തന്നെ ആക്കണം. അതുകൂടാതെ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള വോൾട്ടേജ് കുറവാണ്. അപ്പൊ ആ വോൾട്ടേജ്, അപ്പൊ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റാൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? എ സിയിലാണ്. ഡി സിയിൽ വർക്ക് ചെയ്യില്ല. അപ്പോ ഇലക്ട്രിസിറ്റി നമ്മൾ എന്തിൽ ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ? എ സി ഫോമിൽ ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. സോ വൈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഇൻ എ സി ഫോം? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ. When electricity is passed through a wire, a major part of it is lost in the form of heat, okay, due to resistance of the wire. Then heat loss can be minimized by minimizing current in the wire. Then when voltage is increased using step up transformers, proportionately current decreases, heat loss decreases. The step up transformer works only with AC. Then at some stages of transmission we have to decrease voltage. For this purpose we use step down transformer. Step down transformer also work with AC. So large scale production must be definitely in AC form. ആരെങ്കിലും ചോദിച്ചാൽ പറയുക, ചോദിക്കാനൊക്കെ ചാൻസ് കുറഞ്ഞ ക്വസ്റ്റ്യൻ. So once again, why large scale production of electricity is in AC form? ഇതാണ് ക്വസ്റ്റ്യൻ. See what is the answer? When electricity is passed through wires, major part of it is lost in the form of heat, okay, due to resistance of wire. Heat is equal to I²RT. Heat loss can be minimized by minimizing current. Then when voltage is increased using a step up transformer, proportionately current decreases, heat loss decreases. So step up transformers work only with the AC. Then at some stages of transmission we have to decrease voltage. For this purpose we use step down transformers. Step down transformers also work with the AC only. So large scale production of electricity must be in AC form. Once again I will explain. When electricity is passed through a wire, a major part of it is lost as heat due to resistance of wires. Heat loss can be minimized by minimizing current. Then
then when voltage is increased by using a step-up transformer, proportionally current decreases, heat loss decreases. Step-up transformer works only with AC. Then at some stages of transmission, we have to decrease voltage. For this purpose, we use step-down transformer. They also work only with AC. So large scale production of electricity must be in AC form. Once again, say when electricity is passed through wires, major part of it is lost as heat due to resistance of wires. Heat loss can be minimized by minimizing current. Then when voltage is increased by using step-up transformers, current decreases proportionately, heat loss decreases. Step-up transformers work only with AC. Then at some stages of transmission, we have to decrease voltage. For this purpose, we use step-down transformers. Step-down transformers also work with AC. So large scale production must be in AC form. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടിപൊളി ക്വസ്റ്റൻ അല്ലേ? ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, കോർ ഓഫ് ട്രാൻസ്ഫോമർ മസ്റ്റ് ബി മേഡ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താണ് അടുത്ത ക്വസ്റ്റൻ ആണ് ഞാനിപ്പോ വായിച്ചത്. എന്താണ്? കോർ ഷുഡ് ബി എ magnetic material in transformer. ട്രാൻസ്ഫോമറിന്റെ കോർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. അതെന്താ അങ്ങനെ? ഞാൻ പറയട്ടെ. ഇതാണ് നമ്മുടെ കോർ എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് കോറാണ്. ഇതിന്റെ പുറത്ത് നമ്മൾ പ്രൈമറി ചുറ്റുന്നു. ഇത് പ്രൈമറിയാണ്. അപ്പൊ ഇത് പ്രൈമറി കോയിൽ. ഓക്കെ, ഇനി ആ പ്രൈമറിയുടെ പുറത്തൂടെയാണ് നമ്മൾ ആരെ ചുറ്റുന്നത്? സെക്കൻഡറി ചുറ്റുന്നത്. ഇതെന്താ? സെക്കൻഡറി. ഇത്രയും നമുക്ക് അറിയാവുന്ന കഥകളാണ്. ഇനി പ്രൈമറി വഴി നോക്കൂ, പ്രൈമറി വഴി നിങ്ങൾ AC പാസ് ചെയ്യുന്നു ആണല്ലോ. അപ്പൊ പ്രൈമറിക്ക് ചുറ്റും ഒരു വേരിയേഷൻ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആണല്ലോ. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ആവും. ഈ കോർ എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, അപ്പൊ കോർ ഒരു മാഗ്നറ്റിക് സോഫ്റ്റ് അയൺ അല്ലേ? സോഫ്റ്റ് അയൺ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ ഫീൽഡ് ലൈൻസും ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഈ ഫുൾ മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷനും ആർക്കും കൂടെ അവൈലബിൾ ആവും? സെക്കൻഡറിക്കും അവൈലബിൾ ആവും. അപ്പൊ ഇതിനു വേണ്ടി ഇവിടെ ആരെ തന്നെ വെച്ചേ പറ്റൂ? ഈ സോഫ്റ്റ് അയൺ പീസ് തന്നെ വെച്ചേ പറ്റൂ. അപ്പൊ സോഫ്റ്റ് അയൺ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ കോൺസെൻട്രേറ്റ് ആവും. അപ്പൊ പ്രൈമറിക്ക് ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കറക്റ്റ് ആയിട്ട് അതേപോലെ ആർക്കും കൂടെ കിട്ടും? സെക്കൻഡറിക്ക് കൂടെ കിട്ടും. അപ്പൊ ആൻസർ ആയല്ലോ. കോർ ഷുഡ് ബി എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ ട്രാൻസ്ഫോമർ. വൈ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ നിങ്ങൾ തന്നെ മലയാളത്തിൽ പറഞ്ഞു തരൂ. എന്താണ് ഇത്? കോറാണ്. കോർ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സോഫ്റ്റ് അയൺ ആണ്. പ്രൈമറി വഴി AC പാസ് ചെയ്യുമ്പോൾ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ഈ കോർ സോഫ്റ്റ് അയൺ ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഇതേ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആർക്കും കൂടെ അവൈലബിൾ ആവും? സെക്കൻഡറി കൂടെ അവൈലബിൾ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ത് തന്നെ ആയിരിക്കണം? മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. സോ ആൻസർ പറയൂ. എന്താണ്? ഇൻ എ ട്രാൻസ്ഫോമർ when AC is passed through primary, a varying magnetic field is developed around it. Okay, then if the core is a magnetic material, it can concentrate the magnetic field lines. So the magnetic flux change with the primary will be completely available to what also? Secondary also. ഇത്രയേ ഉള്ളൂ. ആൻസർ കഴിഞ്ഞു. Once again, in a transformer, when AC is passed through primary coil, a varying magnetic field will be developed around it. Then if the core is a magnetic material, the magnetic field lines are concentrated there. So magnetic flux change for the primary will be completely available to what? Secondary also. Once again, say when AC is passed through the primary of a primary coil of a transformer, a varying magnetic field will be developed. Then if the core is a magnetic material, magnetic field lines are concentrated there. Then the magnetic flux change for the primary will be completely made available for secondary. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇനി എക്സാമിൽ ചോദിച്ചിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. AC measuring devices will have non-linear scale. അപ്പോൾ AC മെഷർ ചെയ്യുന്ന ഡിവൈസിന് നോൺ ലീനിയർ സ്കെയിൽ ആണ്. ഞാനൊരു കാര്യം പറയാം.
നമുക്ക് അമ്മീറ്ററിനെ അറിയാം, വോൾട്ട്മീറ്ററിനെയൊക്കെ അറിയാം, ലാബിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ ഒരു സാധനം. ഓക്കെ, ഇതില് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ 0 1 2 3 4 5 ഇങ്ങനെ എഴുതിയിരിക്കും ആണല്ലോ. ഇവിടെ ഒരു പോയിന്ററും കാണും ആണല്ലോ. അപ്പൊ ഇതിന്റെ ഈ ഗ്യാപ്പ് നോക്കൂ, ഒരേപോലെയാണ് അല്ലെ. ഇതേപോലെ ഈ ഗ്യാപ്പ് സ്പേസിംഗ് ഇല്ലേ, 0 to 1 1 to 2 2 to 3 3 to 4, ആ ഗ്യാപ്പ് ഒരേപോലെയാണ്. അപ്പൊ ഏത് ഡിവൈസ് ആണെങ്കിലും നമ്മുടെ അമ്മീറ്റർ ആയാലും വോൾട്ട്മീറ്റർ ആയാലും ലാബിൽ ഉപയോഗിക്കുന്നത്, അവിടെ DC ആണ് ഇത് വെച്ച് മെഷർ ചെയ്യുന്നത്. അപ്പൊ DC മെഷറിംഗ് ഡിവൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതേപോലെ ആയിരിക്കും, ആ സ്പേസിംഗ് ഈക്വൽ ആയിരിക്കും. പക്ഷേ AC മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ ആണെങ്കിലേ ഈ സ്പേസിംഗ് സെയിം ആയിരിക്കില്ല. അപ്പോ നമ്മൾ ഇതുപോലെ AC മെഷറിംഗ് ഡിവൈസ് ആണെങ്കിൽ ഇവിടത്തെ ഇത് 0 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 ഇവിടെ ആയിരിക്കും, 2 വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ നമ്മൾ സ്പേസിംഗ് ഈക്വൽ അല്ല. വൈ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞു തരട്ടെ. അതിനു മുമ്പ് എന്തിനാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കഥകളൊക്കെ പറയാം. AC മെഷർ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I²RT എന്നല്ലേ. AC മെഷറിംഗ് ഡിവൈസസ് എല്ലാം വർക്ക് ചെയ്യുന്നത് എന്താണ്? ഹീറ്റിംഗ് എഫക്ട് വഴിയാണ്. ഏത് വഴിയാണ്? ഹീറ്റിംഗ് എഫക്ട് വഴിയാണ്. അപ്പൊ അവിടെ ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് അല്ലേ മക്കളെ? ഹീറ്റ് ഡെവലപ്ഡ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആണ്. അപ്പോ നമ്മള് AC ആവുമ്പോഴത്തേക്ക് ഡയറക്ഷൻ മാറൂലേ? അപ്പൊ പോസിറ്റീവ് കറണ്ടും വരും, നെഗറ്റീവ് കറണ്ടും വരും. അപ്പൊ സ്ക്വയർ ഓഫ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവിന്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവിന്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവ് ആണ്. അപ്പൊ ഇഷ്യൂ ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് എഫക്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ചാണ് AC അളക്കുന്നത്. ഒന്നും മനസ്സിലായില്ല? നമ്മളെ AC അളക്കാൻ വേണ്ടി ഹീറ്റിംഗ് എഫക്റ്റിനെയാണ് ഉപയോഗിക്കുന്നത്. അതെന്ത് എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I²RT എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ്. ഈ ഇക്വേഷനിൽ ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? I² ആണ്. അപ്പൊ AC എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ചടപട മാറുന്നല്ലേ. അപ്പൊ പോസിറ്റീവ് കറണ്ടും ഉണ്ട്, നെഗറ്റീവ് കറണ്ടും ഉണ്ട്. ഇത് ഏതായാലും അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടൂലേ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഉപയോഗിച്ചത്. അപ്പൊ വൈ ഹീറ്റിംഗ് എഫക്ട് ഈസ് പ്രിഫേർഡ് ഫോർ AC മെഷർമെന്റ്സ് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് ആദ്യം ആൻസർ പറയൂ. എന്താണ് വൈ ഹീറ്റിംഗ് എഫക്ട് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് AC എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയൂ. Heat developed is equal to I²RT. Heat developed is proportional to I². Am I right? Heat developed is proportional to I². So even if the direction of current is varied, nothing happens here. Okay, the value of heat will be positive value. So we run behind what? Heating effect. ഹീറ്റിംഗ് എഫക്റ്റിന്റെ പിറകെ നമ്മൾ ഓടുന്നു. എന്താണ് കാര്യം? ഹീറ്റ് എന്ന് പറയുന്നത് I² പ്രൊപ്പോർഷണൽ ആണ്. In the case of AC, the direction of current changes. There will be positive current as well as negative current. That is, the direction of current continuously changes. That direction will not affect the readings. So direction എന്തിനെ ബാധിക്കുന്നില്ല? റീഡിങ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ക്ലിയർ ആയില്ല? AC എന്ന് പറയുന്ന സാധനം, കറണ്ട് AC എന്ന് പറയുന്ന സാധനം, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ഷൻ ചടപടാ മാറുന്ന കറണ്ട് ആണോ? അപ്പൊ ഡയറക്ഷൻ മാറുകയാണ്. അപ്പൊ ഈ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് ഡിഫ്ലക്ഷൻ മാറിക്കൊണ്ടിരുന്ന നമുക്ക് ആകെ ഭ്രാന്താവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് AC മെഷർമെന്റിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹീറ്റ് എന്ന് പറയുന്നത് I²RT ആണ്. അപ്പൊ ഹീറ്റ് എന്ന് പറയുന്നത് ഐയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആയാലും നെഗറ്റീവ് ഡയറക്ഷൻ ആയാലും I² എന്ന് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് അല്ലേ വരിക? അപ്പോ നമ്മുടെ ഈ ഡിവൈസിന് ഒരേ ഡയറക്ഷനിൽ കറണ്ട് കാണിക്കാം. അപ്പൊ ഒരുപോലെ കറണ്ട് കാണിക്കാം. അല്ലാതെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി ഇത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ? AC measurement, for AC measurements we use heating effects. While heat developed is calculated using the formula H is equal to I²RT. Then heat is proportional to square of current. Then in the case of AC, direction of current continuously changes. So there will be positive current, there will be negative current. As heat is proportional to I², so the change of direction is not affected in the readings.
Is it clear? So we prefer heating effect for AC measurements. ഒന്നുകൂടെ പറയൂ. Heat developed is equal to I square RT. Heat is proportional to I square. Then in the case of AC, the direction of current changes continuously. So there will be positive current as well as negative current. So here as heat is proportional to square of current, the direction, the change of direction will not affect the readings. Is it clear? This is the reason why we prefer heating effect for AC measurements. ഒന്നുകൂടെ പറയാം. Heat developed can be calculated as H is equal to I square RT. Heat is proportional to square of current. Then in the case of AC, the direction of current changes continuously. So there will be positive current as well as negative current. As heat is proportional to square of current, the variation of direction is not affected in the readings. So clear? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. AC മെഷറിംഗ് ഡിവൈസുകളിൽ എന്താണ് സ്കെയിൽ ലീനിയർ സ്കെയിൽ അല്ല. ഇവിടെ ഈ സ്പേസിംഗ് ഒരേപോലെ അല്ല. അപ്പോൾ അതെന്താ അങ്ങനെ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്നെ ആൻസർ പറയൂ. ഹീറ്റ് ഡെവലപ്പ് AC മെഷർമെന്റിന് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ ആണ്. ഹീറ്റ് പ്രൊപ്പോർഷണൽ ടു I ആയിരുന്നു എങ്കിൽ ഈ സ്പേസിംഗ് ഒരേപോലെ ആക്കാമായിരുന്നു. പക്ഷെ ഹീറ്റ് ഡെവലപ്ഡ് പ്രൊപ്പോർഷണൽ ടു എന്താണ് I സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് വരില്ല, സ്പേസിംഗ് ഒരേപോലെ വരില്ല. അപ്പോ എന്താണ് AC മെഷറിംഗ് ഡിവൈസസ് വിൽ നോട്ട് ഹാവ് ലീനിയർ സ്കെയിൽ. സോ വൈ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആൻസർ പറ. എന്താണ് ഇൻ AC മെഷർമെന്റ്സ് we use heating effect of current. Heat developed is proportional to square of current, not on current, square of current. So see graduation, so the scale will not be a linear one. അതെന്ത് സ്കെയിൽ ആയിരിക്കില്ല, ലീനിയർ സ്കെയിൽ ആയിരിക്കില്ല. ഒന്നുകൂടെ പറയൂ. ഫോർ AC മെഷർമെന്റ് we use heating effect where heat developed is proportional to square of current. Okay, heat developed is proportional to square of current. So scale will not be linear. കൂടുതൽ ആഡംബരമൊന്നും വേണ്ട. ഒന്നുകൂടെ പറയൂ. For AC measurement we use heating effect. Heat developed is proportional to square of current, not on current, at square of current. So scale will not be linear. Okay, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.